സച്ചി അയ്യോ എന്റെ അമ്മച്ചി പ്രേതോ ഓ കിടന്നാലറാതട തെണ്ടി ഇത് ഞാനാടാ എടാ കളപ്പന്നി തെണ്ടി നിറച്ചിട്ടേ നീ എന്താ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തോന്നോടെ തെണ്ടി ചെറ്റേ പട്ടി അതിന് ഞാനറിയാം നീ ഇത്ര വലിയ പേടിത്തൊറിയണത് നിർത്തല തെണ്ടി നിന്റെ കൊലച്ചിരി എന്നിട്ട് മിണ്ടാണ്ടും കൂടെ ഒരു പിന്നാലെ വാ ഓ ഇങ്ങനത്തെ പൊട്ടനൊക്കെയാണല്ലോ കൂടെ കൂട്ടിയിട്ടുള്ളത് ഹലോ മിസ്റ്റർ കൂടുതൽ കിടന്ന് മൊഴിയണമെന്നില്ല മതി നിർത്തിക്കോ നിന്റെ മാരത്തെ പേടിത്തൊഴിലിൻ്റെ കൂടെ വരാനേ എൻ്റെ മാരത്തെ പേടിയില്ലാത്തൊരുത്തെ കൂടെ വേണം അതുകൊണ്ട് എൻ്റെ പൊന്നു മോൻ പായ അടച്ചിട്ട് എൻ്റെ പിന്നാലെ വരാൻ നോക്കുമ്പോ ഓ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ തെണ്ടി ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടും ഉറപ്പായിട്ട് എടാ ഇതന്നെയാണാ വീട് ആണെന്നാ തോന്നണേ അവൻ തന്ന അഡ്രസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് എടാ സച്ചി നിനക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ത് ഫീൽ ചെയ്യുന്നുണ്ടോന്ന് എന്താ അത് പിന്നെ ഒരു എടാ എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയടാ പട്ടി എടാ അത് വേറൊന്നുമല്ല ഈ വീടിനൊന്ന് നോക്കി ഒരു പ്രേത വൈബൊക്കെ ഇല്ലടാ ഒരു ഗോസ്റ്റ് ഹൗസ് ഒക്കെ പോലെ എടാ മൈ ഓ അത് വേണ്ട അതിനെ പോലുള്ളൊരു നിനക്കില്ലടാ നിനക്കില്ല ഓ എടാ എടിയറേ നിനക്ക് ഒരു തവണ എന്നെ പേടിപ്പിച്ചിട്ട് മതിയായില്ലടാ തെണ്ടി ഇനിയും എന്തിനാടാ എന്നെ പേടിപ്പിക്കാൻ നിൽക്കുന്നേ പട്ടി ഓ ഞാൻ ജീവിച്ചു പോവാനും സമ്മതിക്കാത്ത തെണ്ടി ഷേ എന്റെ സോൾ ഇങ്ങനെ പേടിക്കാതെ ഞാനില്ലേ നിന്റെ കൂടെ പിന്നെ എന്തിനാ നീ ഇങ്ങനെ കിടന്ന് എന്താണ്ടാ പന്നി വാഴയുടെ പഴം ഓ ചെക്കനമ്മല് ഇനി ഒരക്ഷരം വേണ്ടി പോരുത് അവിടെ മിണ്ടാണ്ട് അവിടെ ഇരുന്നോണം ഓക്കെ ഹലോ ലൈല ഇത് ഞാനാ സച്ചിൻ നമ്മുടെ നെസ്ലിന്റെ ഫ്രണ്ട് മനസ്സിലായോ സച്ചി എനിക്ക് മനസ്സിലായി താൻ പറ അതൊന്നുമില്ല ഞങ്ങളിതേ നിന്റെ വീടിന്റെ പുറകില് അല്ല വീടിന്റെ ഉമ്മർത്ത് അല്ല എവിടെ ഇരുന്ന് ആ വീടിന്റെ വെടിയിൽ വന്ന് നിൽക്കുന്നുണ്ട് നീ ഇങ്ങോട്ട് വായോ അതെ വേഗം വാ നെസ്ലി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിപ്പുണ്ട് നമ്മളെ നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോകണം നീ വേഗം വാ ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം ഓക്കെ വേഗം വാ ഓക്കെ നീ എന്താണ് ചിന്തിച്ചോണ്ടിരിക്കുന്നേ അത് പിന്നെ എന്തണ്ടാ അതല്ല ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു എന്തോന്ന് അതില്ലേ ഈ പ്രേതങ്ങള് ഗോസ്റ്റ് പേ അതിനെ കാണാൻ എങ്ങനെ ഇരിക്കും എന്തോന്ന് എടാ ഈ പ്രേതങ്ങളൊക്കെ ഇല്ലേ അതന്നെ അതിനെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് അതായത് നമ്മളെ മലയാള സിനിമയിൽ കാണുന്ന മാതിരി വെള്ള സാരി കൊടുത്തിട്ട് ഈ സെന്റും പൂശി വരുമോ അതോ ഈ സിനിമയിൽ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന മാതിരി പേടിപ്പിക്കുന്ന മാതിരി വരുമോ ഈ പല്ലുമ്മലൊക്കെ തറച്ച് ചോരൊക്കെ ആക്കിയിട്ട് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എടാ ഇറക്കാൻ നിനക്ക് എന്നെ വയ്യേ വാ വെച്ചിട്ടൊന്നും മിണ്ടായിരുന്നു ഇവിടെ നിനക്ക് എന്തിനാ ഇമ്മാരത്ത് വേണ്ടാത്തരൊക്കെ പറയുന്നേ ശരി ഇപ്പം എൻ്റെ അടുത്താണ് തെറ്റ് എന്നോട് ചോദിച്ചോണ്ടല്ലേ ഞാൻ പറഞ്ഞേ അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നല്ലോ ശരി ചോദിച്ചിട്ട് ഇപ്പം ഇങ്ങനെ പറയുന്ന എൻ്റെ പൊന്നെടാവേ ഞാൻ ഒന്നും പറഞ്ഞില്ല നീ ഒന്നും കേട്ടില്ല ഒന്നുമില്ല എൻ്റെ കൊച്ചിനൊന്നുമില്ല നീ എന്താച്ചാ ചിന്തിച്ചോ എന്താച്ചാ ചെയ്തോ ഞാനേ അവൾ വരുന്നുണ്ടോ നോക്കട്ടെ ഒന്നിപ്പി ആരാ അവിടെ നിന്ന് വന്നേക്കാണവൻ എന്നാലും എൻ്റെ പ്രേതമച്ചി നിങ്ങളെ കാണാൻ എങ്ങനെ ഇരിക്കും അയ്യോ ആ പരന്നാരി പറഞ്ഞ് എനിക്ക് പേടിയായി തുടങ്ങി ഈശ്വര അയ്യോ ഈ വീടാണെങ്കിൽ കണ്ടിട്ടൊരു പ്രേതവൈഭവം പറഞ്ഞു പോയാൽ തന്നെ ഉണ്ട് താനും അയ്യോ എവിടേക്കോ എന്തൊക്കെയൊക്കെയോ ഒരു പേടി കാലൊക്കെ കിടന്ന് വിറയ്ക്കുന്നു
അയ്യോ ഈ പെണ്ണ് എവിടെ പോയി കിടക്കോ ഒന്ന് വന്നാ ഒന്ന് പോയായിരുന്നു. ഓ എവിടെ ഇവള്? ഉം. അർജുനൻ, ലക്ഷ്മണൻ, കാർത്തുമ്പി എന്തോന്ന്? ഓ മാങ്ങ, ഇതാണ് പറയണേ അമ്മമ്മക്ക് എന്തെങ്കിലും പറഞ്ഞു വാക്ക് കേട്ട് പഠിക്കണത്. ഇതൊന്നും ചെയ്യില്ല, ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നു. ഓ ആരാ? ഏ, അതെന്താ? ആ, ഏ, ആരോ കരയുന്ന സൗണ്ട് അല്ല കേൾക്കുന്നേ. അയ്യോ ആരാ? ആ, 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 എടാ എടാ ചെറി ജെറി, നീ കേൾക്കുന്നുണ്ടോടാ ആ സൗണ്ട്? എന്ത്? ആ കരയുന്നല്ലേ? ആ ഞാൻ കേൾക്കുന്നുണ്ട്. അതെവിടുന്നാടാ? എടുത്തിണ്ടി അത് എവിടുന്നാന്ന് എനിക്കറിയില്ല. എവിടുന്നാ? എന്തായാലും നീ വാ നോക്കാം. എങ്ങോട്ട് നോക്കാൻ? ഒന്ന് പൗഡർക്കാടുന്ന് നിനക്ക് എന്നെ വട്ടാടാ. എടാ ചെറുക്ക ഇങ്ങനെ വന്ന് പറയാതെ വേഗം ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നോക്കാം നമുക്ക്. അയ്യടാ മനമേ തീപ്പെട്ടി കോലേ, ഞാനൊന്നും വരത്തില്ല. ഞാൻ ഇത്രയും കാലമായിട്ട് എൻ്റെ പെണ്ണിന് പോലും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അവളെയും കണ്ടുപിടിച്ചിട്ട് 4-5 പിള്ളേരെ ഉണ്ടാക്കിയിട്ട് അവളുടെ കൂടെ സുഖമായിട്ട് 10-60 കൊല്ലം ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അതുപോലും ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വരത്തില്ല ആ കിടന്ന് കരയുടെ വായിൽ പോയിട്ട് ഭക്ഷണമാവാനി. നീ വേണേ പൊക്കോ. ഓ എടാ പട്ടി, നമുക്ക് നോക്കാലോ അത് ആരാണെന്ന്. പ്രേതാമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാലോ, കാണാലോ. വാടാ നീ. അയ്യേ ഇവൻ എന്നെ വട്ടാണോ? എടാ പോടാർക്ക് അവിടുന്ന്. ആ പെണ്ണെന്ത് ചെയ്യാ? പെണ്ണ് വരുവാണെന്ന് ഞാനിപ്പോ അവിടുന്ന് പോയേനെ. ഈ നായിനെ ഇവിടെ ഇട്ടിട്ടായാലും ഞാൻ പോയേനെ. ഓ ഇവിടെ ഓ ഈ പേടിത്തൂറിനെ കൂടി ഞാൻ തോറ്റ്. നീ അന്ന് ഇവിടെ തന്നെ നില്ല്. ആ പെണ്ണ് വരുന്ന നോക്കിയിട്ട് ലൈല വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ പ്രേതാമ്മച്ചിനോട് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. ഓക്കെ ബൈ. ഈശ്വര, ഈ ചെറുക്കിന് തീരെ ബുദ്ധിയില്ലേ? പോകുന്ന കണ്ടില്ലേ? അയ്യോ പോകുന്ന കാര്യത്തിന് തിരിച്ചു വന്നാ മതിയായിരുന്നു. ഈ പ്രേതമച്ചി എവിടെ? കാണുന്നില്ലല്ലോ, സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇത് എവിടെ പോയി കിടക്കുക? പ്രേതമച്ചി, പ്രേതമച്ചി, പ്രേതമച്ചി. ഓ ആ അതേ ഇരിക്കുന്നു. ദേ വരുന്നു. അമ്മച്ചി വെയിറ്റ്. അമ്മച്ചി, പ്രേതമച്ചി. പ്രേതമിച്ച് നിന്റെ കുഞ്ഞമ്മേടാ, കുഞ്ഞമ്മ കളപ്പട്ടി. എന്റെ കുഞ്ഞമ്മ അപ്പൊ പ്രേതായിരുന്നാ? നീ ഏതാടാ മരയോളെ? എന്നൊന്ന് പിടിച്ച് പൊക്കടാ നാറി. ആ കാര്യങ്ങൾ മറന്നുപോയി പെങ്ങളെ. പെങ്ങള് വാ, എഴുന്നേക്ക്. ആ അങ്ങനെ തന്നെ. ആ ഓക്കെ. ആ അല്ല, ചോദിക്കാൻ വിട്ടുപോയി. ഏഷ്യല് എന്ത് പറ്റിയതാ? റൂമിനുള്ളിൽ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ ഇവിടെ വന്ന് കിടന്നേ? എന്റെ പൊന്നടാവേ, ഒന്നും പറയണ്ട. ഞാനൊന്ന് മതിന് ചാടിയതായിരുന്നു. ഈ കുത്തി വീണുപോയി. പിന്നെ എഴുന്നേക്കാൻ പറ്റിയില്ല. കൊറേ കിടത്ത് കാറി ഒരുത്ത പോലും തിരിഞ്ഞു നോക്കിയില്ല. അവസാനാണ് എന്റെ പൊന്നാങ്ങളെ വന്നത്. താൻസ് ഉണ്ടടാ, താൻസ്. അതിന്റെ ആവശ്യമൊന്നുമില്ല പെങ്ങളെ. പെങ്ങൾ അതങ്ങ് വെച്ചോ. ഞാനിവിടെ പ്രേതമിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു വന്നതായിരുന്നു. എന്തോന്ന് പ്രേതമച്ചിയാ? ആ അതെ, പെങ്ങളുടെ സൗണ്ട് ഇടുമ്പോൾ ഞാൻ കരുതി വല്ല പ്രേതമായിരിക്കുമെന്ന്. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഞാനും വരത്തില്ലായിരുന്നു. ഞാൻ അവന്റെ കൂടെ അവിടെ നിൽക്കുമായിരുന്നു. അല്ല, ആരുടെ കൂടെ അവിടെ തന്നെ നിൽക്കുന്നു? അതില്ലേ പെങ്ങളെ, പെങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആരോട് പറയാൻ? താൻ പറ. അതില്ലേ പെങ്ങളെ, എൻ്റെ പടിയും ആ വീടില്ലേ, ആ വീട്ടിലെ പെങ്കുച്ചും തമ്മിൽ മുടിഞ്ഞ പ്രേമത്തിലാണ്. അങ്ങനെ ഇരിക്കെ അവളുടെ വീട്ടിൽ കല്യാണാലോചന വന്നു. അപ്പം അവള് അവൻ്റെ കാര്യം എടുത്ത് പറഞ്ഞു. പക്ഷേ ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടുകാർ അപ്പം തന്നെ നോ പറഞ്ഞു. പിന്നെ അവർക്ക് പിരിയാൻ പറ്റാത്തോളം അവരെ സ്നേഹിച്ചതുകൊണ്ട് തന്നെ അവർ ഒളിച്ചോടെ തീരുമാനിച്ചു. അങ്ങനെ അവനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ഈ ബഡിയുടെ പേര് നെസ്ലിന്ന് വല്ലതുമാണോ? അവനറിയോ? അങ്ങനെ പറ. ഇമ്മാരത്തായിട്ടുകളെ ഞാൻ അവന്റെ ചുറ്റും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ അതങ്ങ് ക്ലിയർ ആയി. വാട്ട് യു മീൻ പെങ്ങളെ? പെങ്ങളെന്താ ഉദ്ദേശിച്ച്? ഞാൻ എന്ത് മീൻ ചെയ്യാനാ? അതും എന്റെ ആങ്ങളെ കുറിച്ച് ഞാൻ അങ്ങനെ ചെയ്യൂ. എന്റെ ആങ്ങളെ എന്തായാലും വാ. ഇനി നേരം വൈകിയാലേ എന്റെ വീട്ടിനുള്ളിലോട്ടും നിങ്ങളെ ഈ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലോട്ടും പറഞ്ഞയക്കും. അപ്പോ അത് വേണോ? നമുക്ക് പോവാണോ വേണ്ടേ? വേഗം തീരുമാനിക്ക്. വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലോ? യു മീൻ ഭൂമിന്റെ അടിയിലാണോ? എന്റെ ആങ്ങളയ്ക്ക് ബുദ്ധി ഇല്ലാതെ ആരെ പറഞ്ഞേ? നല്ല ബുദ്ധിയുണ്ട്. മോളെ, പെങ്ങളെ, മോളിങ് വന്നേ. പിന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എനിക്ക് ഗോവയ്ക്ക് ട്രിപ്പ് പോകാനുള്ളതാ. നീ വന്നേ ഇങ്ങ്. എന്റെ പൊന്നമ്മച്ചി, ആ ചെറുക്കനെവിടെ? ആ പ്രേതം കണ്ട് പിടിച്ചാ? പൊന്നമ്മച്ചി, പ്രേതമേ, എന്നെ ഒന്നും ചെയ്യരുത്.
നിങ്ങളാ പിന്നെ ചാർന്ന് കരുതിട്ടാ ബാഹുബലിയിൽ കാലകേന്റെ ഡൂപ്പും കളിച്ചിരിക്കുന്നത്. കാലകയൻ നിന്റെ കുഞ്ഞമ്മ കള്ളപ്പന്നി, നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. വാട്ട്? എന്റെ കുഞ്ഞമ്മ? ഇവള് നേരത്തെ പറഞ്ഞ എന്റെ കുഞ്ഞമ്മ പ്രേതാന്ന്, ഇപ്പൊ പറഞ്ഞു നീ കാലകേനാണെന്ന്. സീരിയസ്ലി എന്റെ കുഞ്ഞമ്മ കാലകേന അത പ്രേത ഡമ്മൈ ഇൽവാഹന? നീ ഒന്നും മിണ്ടാതെ ഇങ്ങ് വന്നേ, നിനക്കുള്ളത് സേട്ടൻ പറഞ്ഞുതരാം. ബാ. ഏയ് വേണ്ട, നമുക്ക് പോയാ പോരെ? പോവാം. അതൊന്നും നോക്കണ്ട, ഇങ്ങ് പോര്. ഓക്കെ. എടാ മോനെ, ആ പോയന്മാർ രണ്ടിനും കാണില്ലല്ലോ. ഇനി അവളുടെ തന്തപ്പിടി എങ്ങാനും പിടിച്ച് അവിടെ എങ്ങാനും കെട്ടിയിട്ടാ. എടാ കളപ്പന്നി, ആ വായ്മൂടി ഒന്ന് ചെമ്മായിരിക്കുന്നുണ്ടാ. അവന്മാരെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എത്തിക്കിട്ടിയാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴവൻ്റെ പിന്നെന്താണ് എത്ര നേരമായിട്ട് അവന്മാരെ കാണാത്തെ? അപ്പം കിട്ടിട്ടോണ്ടായിരിക്കത്തില്ലേ? എടാ നായി, ആ വായൊന്ന് മൂടി ഒന്ന് ചുമ്മാ ഇരിക്കട തെണ്ടി. മനുഷ്യനുടെ കൈയും കാലും വരച്ചെടുക്കാൻ വയ്യ. അപ്പോഴാണ് അവൻ്റെ ഓ എന്തിനി കൈയും കാലും വരച്ചെടുക്കാൻ വയ്യ എന്നൊക്കെ പറയണേ. വല്ല കാര്യം ഉണ്ടായിരുന്ന? അതെന്താളി അങ്ങനെ ടോക്ക്? പിന്നെ എൻ്റെ മാതിരി സിംഗിളായിരുന്നാലും ഇതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്ന? ഇവിടെ കണ്ട പെണ്ണുങ്ങളും വായ നോക്കിയിട്ട് നിൽക്കായിരുന്നല്ലോ. അളിയൻ പറഞ്ഞ ശരിയാ, പക്ഷെ എന്ത് ചെയ്യാനാണ് അളിയാ, പറ്റിപ്പോയി. ഇനിയിപ്പൊ ഞാൻ എന്ത് കാട്ടാനോ? ഇനി പറഞ്ഞിട്ടൊന്നും കാട്ടാനൊന്നും ഇല്ല. സംസ്ഥാനം എന്തോന്ന്? അത് നിന്റെ മാതിരി കുഞ്ഞു പിള്ളേർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ മാതിരി കുറച്ച് ബുദ്ധിയൊക്കെ വേണം അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നീ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും കിടാം. വിട്ടരേ. ഓ വന്നാ? എവിടെയായിരുന്നു ഇത്ര നേരം? അണ്ടച്ചൻ വരാൻ കിടക്കില്ലായിരുന്നു, അപ്പൊ പേരെടുക്കാൻ പോയതായിരുന്നു. എന്തിയേ? കള്ളപ്പന്നി മോളെ ലൈലു. ലൈ ഡേയ്, എന്തോന്നടേ ഇത്? റൊമാൻസ്ഡാ? ഞാനൊന്നും കണ്ടില്ലേ. എടാ സച്ചി, ഇതിപ്പോ എനിക്ക് വട്ടായതാ അതായിട്ട് ഇങ്ങക്ക് വട്ടായതാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല നീ. ഇതൊക്കെ കണ്ടിട്ട് ഭ്രാന്തെടുക്കുന്നുണ്ടെങ്കി. എടന്നാ ശ്രീങ്കുട്ടാ, മതിയടാ കെട്ടിപ്പിടിച്ചേ. ഇനി പിന്നീട് കെട്ടിപ്പിടിക്കാൻ കേട്ടാ. ഇപ്പം മോനിങ്ങോട്ട് വന്നേ, വണ്ടി വരാൻ ടൈമായി, നമുക്ക് പോവാം. അതിന് മാത്രം ടൈമായാ? എന്നോക്കെ നമുക്ക് പോവാം മോളെ. ലൈലു ബാ, നമുക്ക് പോവാട്ടാ. ആര് വരാന്? ഇല്ല, ഇനി ഞാനാ വരാളെ. ലൈലു ചക്കരേ, ഞങ്ങള് വന്നടാ. അല്ല, അതൊക്കെ അവിടെ കേട്ടെ. എന്തിട്ട് ലേറ്റ് ആയേ? എന്റെ പൊന്നു, അതിനെപ്പറ്റി ഒന്നും ഓർമ്മിപ്പിക്കില്ലേ. ഈ തെണ്ടില്ലേ, ഈ തെണ്ടി കാരണം ഞങ്ങൾ ലേറ്റ് ആയേ. നിനക്കറിയോ, ഈ തെണ്ടിയുടെ പപ്പ ഇന്നലെ വരുമ്പോൾ കുറച്ച് സ്നാക്സ് ഉണ്ടെന്നത്രേ. അത് ഇന്ന് എടുത്തിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അനിയത്തിൻ്റെ എല്ലാം തിന്ന് തീർക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ ഏറ്റവും വന്നാൽ ഞങ്ങളെ വിളിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി ആ സ്നാക്സ് എടുത്തിട്ടാണ് ഞങ്ങൾ ഈ വരുന്നേ. അറിയോ നിനക്ക്? സത്യോ എടി മുത്തേ, എന്ത് സ്നാക്സ് ആടി? അച്ചോറ് 2 പാക്കറ്റ് ഉണ്ട്. അച്ചോറായിരുന്നോ? എടി സോറിടി മുത്തേ, ഞാൻ നിന്നെ 2 തവണ എന്റെ മനസ്സ് തേറി പറഞ്ഞു. സോറിടി. വാട്ട് ഈസ് ദ കൊലവറി? എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ഫോഗാണ് നടക്കുന്നത്. എടാ പൊട്ട, അതിന് ഫോഗിന്റെ കാലൊക്കെ കഴിഞ്ഞടാ. ഇപ്പൊ പുതിയ പുതിയ ബ്രാൻഡൊക്കെ വരാൻ തുടങ്ങിക്ക്. വരുന്നവര് വരട്ടെ, പോകുന്നവര് പോട്ടെ, പക്ഷെ നമുക്കെന്നും ഫോഗാണ് ഹീറോ. ഹീറോ പ്രസന്ന സാർ തോർത്ത് പറഞ്ഞു വെച്ചു, ഇനി ഞാനാണ് ഹീറോ. എന്തോന്ന്? എടാ പൊട്ടന്മാരെ, അത് കംഫർട്ടിന്റെ പരസ്യാടാ. ഒന്നുകിൽ ഫോഗ് അല്ലെ കംഫർട്ട്, ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കടാ. ഇത് എന്തിടാ രണ്ടും കൂടെ? ആമോ, ഈ പയ്യന്മാരെ മുൻകൂട്ടി കണ്ടാടാ ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നേ. അയ്യോ എടാ തിണ്ടികളെ നിർത്തടാ പന്നികളെ. എന്താടാ ഇവിടെ കാണിക്കുന്നത്? വാടാ നമുക്ക് പോവാ. ഇവളുമാർ എന്തിനാ ഇവിടെ എത്തിയെന്നെങ്കിലും ചോദ്യര്. അത് ശരിയാണല്ലോ. അല്ലല്ല, ഇവളുമാരെ കാര്യേ എന്തിനാ വന്നിക്ക്? ശരിയാണല്ലോ, ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ അല്ലേ? ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഞങ്ങളിതാ 4 പേര് ഒരുമിച്ചുണ്ട്. എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ കുറച്ച് വ്യത്യസ്തമായിപ്പോയി. അത് ഈ കാര്യത്തിലാണ്. നെസ്ലിൻ ചായന്റെ കാര്യത്തിൽ വേറൊന്നിലും ഞങ്ങളെ ഒരു മാറ്റവും ഇല്ല. പിന്നെ പരിചയപ്പെടുത്താലോ, ഇത് അതില്ല. ഹായ്. ഹലോ. പിന്നെ ഇത് അഹല്യ. ഞങ്ങളുടെ കൂട്ടത്തിലെ പാർട്ട്ണറാണ് കേട്ടോ രണ്ടും. ഇവളെ അല്ലൂന്നും അവളെ അതൂന്നും വിളിക്കും. പിന്നെ ലാസ്റ്റ് ഇതെന്റെ ശീതൾ, ഞങ്ങളുടെ കൂട്ടത്തിലെ അച്ചായത്തിയാണേ.
ആ ഇനി നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നോ അതോ ഞാൻ പറഞ്ഞു കൊടുക്കണോ? ഞങ്ങൾ തന്നെ പരിചയപ്പെടുത്തി. അതിന്റെ ആവശ്യമില്ല, നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിക്കോളാം കേട്ടാ. ഓ കള്ളപ്പന്നി സമ്മതിക്കൂലോ. ഇതാണ് എൻ്റെ മൂന്നളിയന്മാര്. ഓർമ്മ വെച്ച കാലം തൊട്ടേ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എന്ത് ചെയ്യുമ്പോഴും ഏത് ചെയ്യുമ്പോഴും. ഇത് സച്ചിൻ, ഞങ്ങളുടെ സച്ചിൻ. പിന്നെ ഇത് ശിവാനെ ശിവാൻ തന്നെ വിളിക്കാറ്. പിന്നെ ഇത് ജെറി. ഇപ്പൊ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയപ്പെട്ടല്ല. ഇനി കാര്യം പറ. എന്ത് കാര്യോ? എടാ പൊട്ട, നസ്ലിൻ ഇപ്പൊ പറഞ്ഞില്ലായിരുന്നാ ഇവൾമാരെതിരാ വന്നേന്ന് ചോദിക്കാനി? അത് ശരിയാണല്ലോ. നിങ്ങളെന്താ ഇവിടെ? എന്തോന്ന് കൂട്ടുവരേ? അതെ, കൂട്ടുവന്നത്. നിങ്ങൾ അവളായിട്ട് വരുമ്പോൾ അവള് സുരക്ഷിതയാണോ അല്ലെങ്കിൽ അവൾ ഹാപ്പി ആണോ എന്നൊക്കെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ. അതുകൊണ്ട് കൂടെ വന്നു. എന്തിയേ? സബാഷ്. കൂടെ വന്ന ഗോവയ്ക്ക് ഉണ്ടായിക്കോളാന്ന് പറഞ്ഞപ്പോൾ കൂടെ വന്ന മൂന്നെണ്ണങ്ങൾ ഒരു ഭാഗത്ത്, മറ്റേ ഭാഗത്ത് ഫ്രണ്ടിന് ഓക്കെ ആണോ ഫ്രണ്ട് ഹാപ്പി ആണോ നോക്കാൻ വന്ന മൂന്നെണ്ണങ്ങൾ. ഈശ്വര, ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞാൻ പെടുവോ? ഇവളുമാർക്ക് പ്രാന്താടാ. യു ബ്ലഡി ഫൂൾ. ഇത്രയും കാലമായിട്ട് ഞാൻ കാണാൻ തന്നെ മറ്റുള്ള കുറിച്ച് അപവാദം പറയുന്ന. ഓ പിന്നെ ധൈര്യം നീ ഒന്നുകൂടെ പറഞ്ഞോക്ക്, അപ്പൊ നീ അറിയും ഈ സച്ചി ആരാണെന്ന്. ഓ എന്റെ പൊന്നിലായാലും ഈ പെണ്ണിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിളിച്ചോണ്ടേക്കോ, അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ കയ്യിലിരിക്കണ മുഴുവൻ മേടിച്ച് കൂട്ടും. വേണ്ടെന്ന് വെച്ച് നിൽക്കുമ്പോ പെണ്ണ് തല കയറാൻ വേണ്ടി വരികയാണ്. മതിയരി വിളിച്ചോണ്ടോക്കോ അവളെ. ഇവളെന്ന് ഞാൻ ഒന്ന് ചിലക്കതൊക്കെ നിന്നുണ്ടോ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. മിണ്ടായിരുന്നോണ്ട് രണ്ടും എന്തേ വണ്ടി വരുന്നേ? മതിയാർക്ക് കയറിയിട്ട് മിണ്ടായിരുന്നോണ്ടി. ബാ സൂക്ഷിച്ചു കയറ്.
ഈ നേരത്തെ ആര്? ആരായാലും എന്ത് പോയി വാതിലർക്ക്. എന്ത് ഈ പറഞ്ഞിടത്തോണ്ട് അനക്ക് പോയി വാതിലറിഞ്ഞൂടെ? അതിന്റെ കാലം അത് കുരുവാ. എടാ മാങ്ങത്തിലെ നിന്റെ അടുത്ത് ഞാൻ ഒന്നും വരുന്നില്ല, പിന്നെ എന്തിനാ താൻ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? നീ മിണ്ടായിരുന്നോടെ തേണ്ടി. എടി കാടുമ്പൂച്ചി പരിണാമം സംഭവിച്ചല്ലേ, നീ ആരുടെ എന്നോട് ചിലക്കാന്? മിണ്ടാ ചിലക്കാതെ അവിടെ ഒരു മൂലയ്ക്ക് ഇരുന്നു, അതാണ് അനക്ക് അല്ലേ? അല്ലെങ്കിൽ ജാണ്ടിന്നെ ഉണ്ടാക്കും. ഒന്ന് പാടാറ് നീ. ആടി ഉണ്ടാക്കൂടി എന്ത് കാണാ? കാണാ അനക്ക്? ഒന്ന് പാടാ കൊച്ചേർക്കാടുന്ന്. പെണ്ണിന് ഇന്ന് ഞാൻ ഒന്ന് നിർത്തുന്നുണ്ടാ. ഇപ്പൊ എന്താണ് ആ വാതിൽ പോയി തുറക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പോയി തുറന്നോളാം. രണ്ടിന് ഇവിടെ കടന്ന് മിണ്ടി പോരുത്. നമസ്കാരം സർ. ഓ നമസ്കാരം. അല്ല ബാക്കി എണ്ണം കൂടെ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ബാക്കി എണ്ണ? അയ്യോ സാർ ഉദ്ദേശിക്കേണ്ട സ്ഥലം ഇതല്ല, ഇത് വേറെ സ്ഥലമാണ് സാറേ. ആണ് മോനെ, അത് മോനാണോ തീരുമാനിക്കണ്ടേ? ഇനി മോനക്ക് തീരുമാനിക്കണമെങ്കിൽ അങ്ങ് പറഞ്ഞാ മതി, ഞാൻ അങ്ങോട്ട് മാറി തന്നേക്കാം. അയ്യോ സാറ് ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ല. മോൻ എന്ത് വേണേലും ഉദ്ദേശിച്ച് പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് പിന്നെ സാറേ. എടാ നെസ്ലി ഇട കുട്ട ആരുടെ വന്നേ? ഓ സാർ. ഹലോ സർ. സാറിന് സുഖല്ലേ? എനിക്ക് സുഖമാണ്. അപ്പോ എല്ലാം പറഞ്ഞു. ശരി ബൈ. ചെറുക്ക നിക്കണവിടെ. സാറേ എന്താ ഇളി? കൊള്ളാം. നീ പോയിട്ട് ആ ബാക്കി ആറെണ്ണത്തിനും കൂടെ എടുക്ക് വിളിച്ചു കൊണ്ടുവാ. സാറേ ഇപ്പൊ കൊണ്ടുവരാം. നിർത്തടായിട്ട് നീ കൊലച്ചിരി. എന്നിട്ട് മിണ്ടാതെ പറയാതെ വന്ന് വണ്ടി കയറാൻ നോക്ക്. അതിന് സാറേ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ വണ്ടി കയറണേ? എടി മോളെ ഒന്നും മിണ്ടായിരടി. ആഹാ കൊച്ചു കൊള്ളാലോ. ചെയ്തോ ഇല്ലെന്നൊക്കെ അവിടെ എത്തിയിട്ട് തീരുമാനിക്കും കേട്ടാ. മോളിങ്ങോട്ട് വരാൻ നോക്ക്. അതൊന്നും പറ്റത്തില്ല സാറേ, ഞങ്ങൾ വരത്തൊന്നുമില്ല. ഞങ്ങൾ എന്തിനു വരണം? ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഞങ്ങൾ അറസ്റ്റ് ചെയ്യണം? ഞങ്ങളും 18 വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ പൗരന്മാരാണ്, ഞങ്ങൾക്ക് അവകാശങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സാർ പറ, എന്തിനാ അറസ്റ്റ് ചെയ്യുന്നെന്ന് പറ, എന്നാ ഞങ്ങൾ വരാം. അത് അറിയാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്ക് ഇല്ലേ? ആഹാ പിള്ളേര് കൊള്ളാലോ, നിയമങ്ങൾക്ക് അരച്ച് കലക്കി കുടിച്ച് വന്നിരിക്കുകയാണല്ലേ. എന്തായാലും കൊള്ളാം. നിങ്ങൾ എന്തായാലും അറസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളെ തന്നിരുന്നാളെ അവിടെ സ്റ്റേഷനിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നേനെ. അപ്പോൾ ഒന്നും പറയാതെ എട്ടും വരികയല്ലേ കൂടെ? സാറേ അപ്പൊ ഞങ്ങളുടെ എല്ലാവരും പേരൻസും ഉണ്ടോ? പിന്നില്ലാണ്ട് പോയില്ല എന്നാ. ഇനി പറ എന്താണ് സംഭവം? അത് പിന്നെ സാറേ ഞാനും നെസ്ലും തമ്മിൽ ഇഷ്ടത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞ്, അപ്പോൾ ഉപ്പ സമ്മതിച്ചില്ല, ഇൻ്റർകാസ്റ്റ് ആയതുകൊണ്ട് തന്നെ. അതുമാത്രമല്ല ഉപ്പ ഞങ്ങൾക്ക് വേറെ കല്യാണം ആലോചിച്ച്, എനിക്ക്. അതാ സാറേ ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നെ. അതൊക്കെ. അപ്പോൾ നിങ്ങളുടെ മാരേജ് എന്തെങ്കിലും കഴിഞ്ഞോ? പിന്നെ ഇവരോ? അത് പിന്നെ സാറേ ഞങ്ങളെ രജിസ്റ്റർ മാരേജ് നാട്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞതാ. പിന്നെ ഇവർ ഒരു കൂട്ടരെന്ന് വെച്ചാൽ ഇവന്മാർ എൻ്റെ കൂടെ വന്നത് ഗോവ കാണാനായിരുന്നു സാറേ. പിന്നെ അവൾമാർ വന്നത് ഇവൾക്ക് അവിടെ ഹാപ്പിയാണോ, ഇവളെ ഹാപ്പിയാണോ, ഇവളെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തോന്ന് ഒളിച്ചോടി പോകുന്ന ഫ്രണ്ട് ഹാപ്പിയാണോ നോക്കാൻ വേണ്ടിയിട്ട് കൂടെ ഫ്രണ്ട്സ് ഇറങ്ങി പോവേ? കൊള്ളാല. എന്താണ് അവിടെ ഒരു പിറുപിറുക്കം? അത് സാറേ ഒന്നുമില്ല, അത് അവൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞതായിരുന്നു. ഓഹോ കൊച്ചിന് വിശക്കുന്നുണ്ടോ? എന്ത് വേണം? ബിരിയാണി വേണോ അതോ സാമ്പാറും ചോറും വേണോ? എന്ത് വേണം? ആഹാ അത് മതിയോ? വേറെ വല്ലതും? എനിക്കത് മതി. പിന്നെ ഇവന്മാർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു നോക്ക്. പിന്നെ സാറേ അതിന്റെ കൂടെ 7 പോയിക്കാൻ മറക്കല്ലേ, ദഹനത്തിന് നല്ലതാ. നിർത്തടി, ഞാൻ എന്താ ഇവിടെ ഹോട്ടലടുത്ത് അന്നൊക്കെ ഇരുത്തി ഊട്ടിക്കാനി. പിന്നെ അവരുടെ അമ്മനെ കെട്ടിക്കാരെ ഇങ്ങനെ മനുഷ്യനെ കുത്തിപ്പിച്ചേ. ഓ ആ മൂടങ്ങ് പോയി. അല്ല എന്നിട്ട് നിങ്ങൾ കാര്യത്തിക്ക് വന്നില്ല? എന്തിനാണ് നിങ്ങൾ 6 പേര് ഇവരുടെ കൂടെ പോയേ? സാറേ അതാണ് പറഞ്ഞത്, ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ളൊരു അർത്ഥത്തിൽ പോയതാണ്. 1 അവനെ സഹായിക്കുക, 2 കൂട്ടത്തിലാ കോവിയും കൂടെ ഒന്ന് കാണാലാ. സാറേ ഞങ്ങളതിന് പോയതൊന്നല്ല സാറേ, ഞങ്ങൾ 4 പേരും ചെറുപ്പം തൊട്ട് ഒരുമിച്ചാണ്. അപ്പോൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും എന്ത് കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ കാണും. അപ്പോൾ ഇവളുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഇവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇവളെ കൂടെ ഞങ്ങൾ വേണ്ട സാറേ. അപ്പോൾ ഇവളെ ഹാപ്പിയാണോ അല്ലേന്നോ, അവൾ സാറ്റിസ്ഫൈഡ് ആണോന്നോ ഒക്കെ നോക്കണേ ഞങ്ങളല്ലേ സാറേ, അത് ഞങ്ങളുടെ കടമല്ലേ സാറേ, അതുകൊണ്ട് പോയതാ. അത് നിങ്ങൾ രണ്ടും. അപ്പോൾ ഇവര് 4 എന്തൊന്നും മിണ്ടാത്തെ?
പറടാ. അത് പിന്നെ സാറ് ഞങ്ങളും നിർത്തരാ. സത്യം പറഞ്ഞിട്ടില്ല എന്തേ മുട്ടുകാലി കയറ്റി കളയും ഞാൻ. അതുകൊണ്ട് സത്യം പറഞ്ഞോ. പൊന്നു സാറേ, ഒന്നും ചെയ്യല്ല സാറേ. അയ്യോ സാറേ, ഈ നിൽക്കണ ശീതളും ഞാനും തമ്മിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇഷ്ടത്തിനാണ് സാറേ. അപ്പൊ ഇവര് ഒളിച്ചോടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു പൂതി സാറേ ഒളിച്ചോടാൻ. അപ്പോൾ ഒളിച്ചോടിയതാണ് സാറേ ഇവരുടെ കൂടെ. അല്ലാതെ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല സാറേ. അതെ സാറ്, ലൈല ഒളിച്ചോടുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി. അപ്പോൾ ഞാൻ അജയനോട് നമുക്ക് പോവാന്ന് പറഞ്ഞത്. അപ്പോൾ അജയൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സാറേ ഞങ്ങൾ. ആഹാ, ചക്കിക്കൊത്ത ശങ്കരൻ. ഇനി അടുത്ത 2 പേരും പോന്നോട്ടെ. അത് പിന്നെ സാറേ, ഇനി നീ കിടിച്ചെന്നിട്ട് 32 പല്ലടിച്ച് ഞാൻ താഴെടും. അതുകൊണ്ട് മത്യായിരിക്കും നീ സത്യം പറഞ്ഞോ. എന്റെ പൊന്നതു, നീ കിടന്നിങ്ങനെ പ്രഷർ കൂട്ടാതെ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ ഒരു 2 വർഷം മുന്നേ എനിക്കൊരു ക്രഷിന്റെ കാര്യം? ആ ക്രഷാണ് ഈ നിൽക്കുന്ന ശിവേട്ടൻ. പക്ഷേ ഇപ്പോൾ 1.5 വർഷമായിട്ട് ഞങ്ങളെ ഇഷ്ടത്തിലാണ്. അത് പിന്നില്ലേ, ഇവരുടെ വീട്ടിൽ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് എനിക്ക് 101% ഉറപ്പായിരുന്നു. അപ്പോഴാണ് ഇവന് അവളെ വിളിച്ചിട്ട് ഒളിച്ചോട്ട കാര്യം പറഞ്ഞത്. അപ്പം പിന്നെ ഇവൻ്റെ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ചിലവിൽ എൻ്റെ ഒളിച്ചോട്ട കൂടെ നടക്കില്ലോ. അതാണ് ഞാൻ പിന്നെ കേട്ടല്ലോ. ഞങ്ങളെ മക്കൾക്ക് പറയാനുള്ള മുഴുവൻ കേട്ടല്ലോ. അവർ സ്നേഹിച്ച പയ്യന്മാരെ കൂടെ തന്നെ വന്നേക്കുന്നത്. അതിൽ 2 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും. പിന്നെ നെസ്ലിൻ്റെയും പിന്നെ എന്തായിരുന്നു കൊച്ചിൻ്റെ പേര്? ലൈലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇൻ്റർകാസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ സമ്മതിക്കാത്തത്. നിങ്ങളോട് അവർ പറഞ്ഞതാണ് ആദ്യം തന്നെ, ഉപ്പാനോട്. അവൾ പറഞ്ഞെന്നല്ലേ ഇപ്പോൾ ആ കൊച്ചു പറഞ്ഞേ. എന്നിട്ട് നിങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ട് അവൾക്ക് വേറെ കല്യാണം ആലോചിച്ചുകൊണ്ടാണ് അവൾ ഒളിച്ചോടിപ്പോയത്. അപ്പോൾ അത് നിങ്ങളെടുത്താണ് തെറ്റ്. അപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാത്തിനൊരു നല്ലൊരു തീരുമാനത്തിന് എടുക്കാൻ നോക്കൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് സാർ ശരിയാവുന്നത്? ലൈലയുടെ കല്യാണം വേറെ ഒരുത്തനുമായിട്ട് ഉറപ്പിച്ച് വെച്ചതാണ്. ആ പയ്യനെ ചതിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പറഞ്ഞ വാക്കിന് വിലയുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എന്തായാലും അവളുടെ കല്യാണം ആ ചെറുക്കനുമായിട്ട് തന്നെ നടക്കും. സർ, ലൈലയുടെ ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരിക്കലും നടക്കില്ല. കാരണം ഷീ ഈസ് മൈ വൈഫ്. അല്ലാതെ എൻ്റെ കാമുകിയല്ലേ അവള്, എൻ്റെ വൈഫാണ്. എൻ്റെ വൈഫിനെയാണ് അവളുടെ ഇപ്പോൾ വേറെ ആളെ കൊണ്ട് കെട്ടിയെന്ന് പറയുന്നത്. അതെങ്ങനെ ശരിയാവുന്നേ? എവിടെ പോയി 2 ഒപ്പിട്ട് വന്നെന്ന് ചോദിച്ച് അത് കല്യാണമാവോ? മിസ്റ്റർ സലാം, താങ്കൾ പറഞ്ഞവർ എവിടെയോ പോയിട്ടല്ല അവർ ഒപ്പിട്ടെ. ഇന്ത്യൻ റൂൾ പ്രകാരം ഇപ്പോൾ അവർ 2 പേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അത് താങ്കൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ റൂൾ പ്രകാരം ഇപ്പോൾ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് കാര്യത്തിൽ യാതൊരു അഭിപ്രായവും ഒരു ഉപ്പ എന്ന നിലയ്ക്ക് എനിക്കില്ലെന്നാണ് സാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാർ ഇവരുടെ ഭാഗം നിൽക്കുവാണല്ലേ? മിസ്റ്റർ സലാം, താങ്കൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ എനിക്ക് പറയേണ്ട കാര്യം ഞാൻ ആരുടെ മുഖത്ത് നോക്കി പറയും. ഓക്കെ, വേറെ ഒന്നുമല്ല. ഇന്ന് ഇൻ്റർകാസ്റ്റ് എന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നുമല്ല, ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പം കുറച്ച് വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഈ ജാതി മതം എന്നത് വെറും മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന്. എന്നിട്ടും പിന്നെ നിങ്ങളെ പോലത്തെ കുറച്ച് പേരാണ് അത് മുറുകെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. എന്തിനാണിത്? എല്ലാവരും മനുഷ്യന്മാരല്ലേ എന്നൊരു ബോധം ആർക്കെങ്കിലും ഉണ്ടോ? കറുത്തത് വെളുത്തത് ജാതി മതം അങ്ങനെ എന്തൊക്കെ എന്തിൻ്റെ ആവശ്യമുണ്ട് ഇതിൻ്റെയൊക്കെ? നിങ്ങൾ ആകെ നോക്കേണ്ടത് നിങ്ങളുടെ മകളുടെ സ്നേഹവും അവളുടെ സന്തോഷം, അത് മാത്രമാണ്. അത് നോക്കി നിങ്ങൾ എത്രയും നല്ല തീരുമാനം എടുക്കുന്നോ അതായിരിക്കും അവളുടെ മുന്നോട്ടുള്ള ലൈഫിലുള്ള ഏറ്റവും വലിയ ഹാപ്പിനെസ്. അപ്പോൾ സാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ജോലിയും കൂലില്ലാത്ത ഇവൻ്റെ കൂടെ എൻ്റെ മോളെ വിടണമെന്നാണോ? എൻ്റെ പൊന്നു സാറേ, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഞാൻ മാത്രമല്ല, ഇവർ 3 പേരും. അപ്പോൾ ആ കാര്യത്തിന് തീരുമാനമായാലോ? ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായാലോ? ഇനി ബാക്കിയുള്ളവരുടെ കാര്യം എന്താ? പറയൂ. എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല സാറേ. അവളുടെ ഹാപ്പിനെസ് അല്ലേ ഞങ്ങൾക്ക് നോക്കാനുള്ളൂ. അവർക്ക് ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ ഇതന്നെ മുന്നോട്ട് പോകട്ടെ. അത് സാറേ, അതന്നെയാണ് എൻ്റെ അഭിപ്രായം. അവളെൻ്റെ ഒറ്റ മോളാണ്. അപ്പോൾ അവളുടെ ഹാപ്പിനെസ് ഇത്രയും കാലം ഞാൻ നോക്കിയിരുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം എല്ലാം ഹാപ്പി ആയിട്ട് അവസാനിച്ചല്ലോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെയും കൂട്ടി പോവാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇവരെ കല്യാണം കഴിച്ച് കൊടുക്കുക. ഇനി അതില്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ സാർ. എന്തായാലും ശരി, എന്നാ ബൈ, ഞങ്ങൾ ഇറങ്ങുവാ. സാരില്ല മോളെ, ബാ. അപ്പൊ സാർ എല്ലാത്തിനും ഡാൻസ്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നൊക്കെ കൊള്ളാം. ഇനി മേലാൾക്ക് ഇങ്ങനത്തെ ഒന്നും ഒപ്പിച്ച് വെച്ചേക്കരുത്. ഇല്ല സാർ, ഇനി ഞങ്ങൾ ഇങ്ങനത്തെ ഒന്നും ഒപ്പിച്ചേക്കില്ല. ഒപ്പിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൈക്ക് പണി കുറയും. എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ് ഓൾ. താങ്ക് യു സർ. എന്നാ പിന്നെ സർ ഞങ്ങൾ അങ്ങോട്ട്. ബാക്കിയുള്ള എല്ലാം പൊക്കോ, നീ അവിടെ നില്ല്. സാർ ഞാനോ? നീ തന്നെ നില്ല്. അപ്പൊ സാർ എന്നാ ഞങ്ങളങ്ങോട്ട്. പൊക്കോ ബൈ.
എടാ പോവലടാ, നീ പോടാ എടാ. എടാ മോനെ ഇങ്ങ് നോക്കി. എന്താ സാർ? ഫ്രീ ആയിട്ട് നിനക്കൊരു അഡ്വൈസ് തരാം. അഡ്വൈസാ? എനിക്കാ? എന്താ സാർ? വേറൊന്നുമില്ലടാ, പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട ടൈം പറയണം. അല്ലാന്നുണ്ടെങ്കിലേ വേറെ ആരെയും കൊത്തിക്കൊണ്ട് അങ്ങ് പോക്കും. പിന്നെ നീ ഇരിക്കേണ്ടി വരും. ഓക്കെ? സാറിന് വരെ മനസ്സിലായില്ലേ? എന്നിട്ട് അവൾക്ക് ഇതുവരെ മനസ്സിലായില്ല സാറേ. ആദ്യം താൻ പോയിട്ടേ അവളോട് കാര്യം തുറന്നു പറ, എന്നാലല്ലേ ബാക്കിയെല്ലാം. ആദ്യം അത് ചെയ്യേട്ടാ. ഓക്കെ സാർ, എന്നാലേ ശരി എന്നാ പോവാണേ. പോവാൻ നോക്ക്. ശരി. ഹേയ് ചെല്ലോ. മതി ഓവറായിട്ട് ചെയ്ത്. താൻ എന്താ ചോദിക്കാൻ വന്നതെന്നൊക്കെ എനിക്കറിയാം. അതിന് അതിന് അതിനെനിക്ക് സമ്മതാടോ. മനസ്സിലായില്ല. എടോ ഇപ്പൊ താൻ ചോദിക്കാൻ വന്ന കാര്യത്തിന് ഞാൻ ഓക്കെ ആണെന്ന്. യു മീൻ ഐ മീൻ ഒന്ന് ഓയ് മരുമാക്കളെ കൊണ്ട് എടോ പൊട്ടാ, ഈ ജീവിതകാലം മുഴുവൻ തന്റെ കൂടെ ജീവിക്കാനും തന്റെ കൂടെ തല്ലുണ്ടാക്കാനും തന്നെ വെറുപ്പിക്കാനും തന്റെ മക്കളെ പെറാനും എല്ലാം ഞാൻ ഓക്കെ ആണെന്ന്. ഇറ്റ്സ് എ ട്രൂത്ത്. ഹോ യൂറിക്ക. ഏയ് ചിങ്ക ചിക്ക, ഏയ് ചിങ്ക ചിക്ക, ഏയ് ചിങ്ക ചിക്ക. മുത്തേ ലവ് യുടാ.